എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടപ്പോഴേ ഇവർക്ക് എന്താ പ്രാന്താണോ എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. ആർക്കാണ് പ്രാന്ത്? ഡിവൈഎഫ്ഐക്കാർക്ക് പ്രാന്താണോ അവിടെ എന്നൊക്കെ തോന്നിപ്പോയി. ഞാൻ ഈ പറയുന്നത് ഒട്ടും മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമല്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഇങ്ങനെ പറയാനും പാടില്ല എന്നറിയാം. എങ്കിലും ഇപ്പോഴും ഇതാ ഒരു പ്രളയ സമാനമായ സന്ദർഭം ഉണ്ടായി. ഈ സമയത്തും നിങ്ങൾക്ക് ഒരിടത്തും നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിനെയോ മറ്റും കാണാൻ കഴിയുന്നില്ലെന്ന് ഡിവൈഎഫ്കാരതാ ഈ ഒരു പ്രളയ സമാനമായ അന്തരീക്ഷം ഉണ്ടായ സമയത്തും ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുണ്ടുമുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. അവരെവിടെ നിന്നൊക്കെയോ പണം സമ്പാദിക്കുന്നു. ആ ഒരു പണം കൊണ്ട് വസ്തുവകകൾ വാങ്ങിക്കുന്നു, വെള്ളം വാങ്ങിക്കുന്നു, ബ്രെഡുകൾ വാങ്ങിക്കുന്നു. ഇതൊക്കെ കുടുങ്ങിക്കിടക്കുന്ന വീട്ടുകാർക്കും മറ്റും കൊണ്ടുപോയി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചിന്തിക്കുന്നത് ഇവർക്കൊന്നും വേറെ പണിയില്ലടേ എന്നായിരിക്കും ചിന്തിക്കുക. പക്ഷെ ഇതാണോ ഡിവൈഎഫ്ഐ? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഡിവൈഎഫ്ഐ. ഇതല്ലാതെ ഇവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ നാടിന് അപകടം വരുന്ന സമയത്ത് ഇവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം വിളിക്കുക ഈ ടീമിനായിരിക്കും. കാരണം അവർ വരും, അവർ സഹായിക്കുമെന്ന് അവർക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. എന്നാൽ അതേ സമയം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയതും ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തു കഴിഞ്ഞു. കാരണം ഈ റോമ നഗരം കത്തി വരുമ്പോൾ വീണ വായിച്ച ഒരു ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. നാട്ടിൽ എന്ത് തേങ്ങയാണെങ്കിൽ സംഭവിച്ചോട്ടെ, എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. എനിക്ക് എൻ്റെ ഘടകകക്ഷികളെ സന്തോഷിപ്പിക്കലാണ് എൻ്റെ മുഖ്യം എന്ന രീതിയിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇന്നലത്തെ ഒരു വാർത്തയാണ്, എങ്കിലും നിങ്ങളത് കണ്ടിരിക്കും. പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾക്ക് സ്മാരകം ഒരുക്കും. ഒരു കാര്യം പറഞ്ഞുതരാം, ഇത് സ്മാരകം ഒരുങ്ങേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അത്രയ്ക്ക് എന്താ പറയുക, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ എന്തായാലും നമ്മൾ വായിച്ചു പോകേണ്ട ഒരു പേജ് തന്നെയാണ് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി. പക്ഷേ അത് ഈ ഒരു സമയത്ത് ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ 17ാം ചരമവാർഷിക ദിനമാണ്. അപ്പോൾ ഇതൊക്കെ ആളുകൾ ഇതിനൊക്കെ വായിക്കുന്നത് PM ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണല്ലോ ലീഗ്. പുറത്തേക്കൊന്നും പറയുന്നില്ല എന്നുള്ളൂ. ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ചിരിച്ചു കളിച്ച് പോകുന്നുണ്ടെങ്കിലും ഇടഞ്ഞു നിൽക്കുന്ന ലീഗ്, ആ ലീഗിനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇമാതിരി പരിപാടികളൊക്കെ എന്നുള്ളതാണ്. നോക്കൂ, ഏറ്റവും മിനിമം ഞാനൊക്കെ പ്രതീക്ഷിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനമെങ്കിലും നടത്തും. ജനങ്ങളെ പരിഭ്രാന്തരാവണ്ട, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്ന ഒരു വാക്കെങ്കിലും പറയും. പക്ഷെ ആ വാക്ക് പിണറായി വിജയൻ പറഞ്ഞു കേട്ടോ. ആ വാക്ക് പിണറായി വിജയൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒന്നിച്ചിറങ്ങാം, നമ്മളെല്ലാം സജ്ജരാണ്, ആരും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളൊരു വാക്ക് പിണറായി വിജയൻ പറഞ്ഞു. അങ്ങനെ ഒരു മിനിമൽ എന്ന് പറയുന്ന ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് മരണപ്പെട്ടവർക്ക് ഒരു ആദരാഞ്ജലിയെങ്കിലും അർപ്പിച്ചു കഴിഞ്ഞ് ആ ഒരു ബിരിയാണി തിന്നാൻ പോയിരുന്നെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പോയത് എന്നെങ്കിലും പറയായിരുന്നു. അതൊന്നും ഉണ്ടായില്ലെന്ന്. നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അതൊന്നും ചെയ്യാതെ ബിരിയാണി തിന്നാൻ പോയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വാർത്ത ആദ്യം കണ്ടപ്പോഴേ അദ്ദേഹം ബിരിയാണി തിന്നുന്ന വാക്ക് ഞാൻ അത് AI ക്രിയേഷൻ ഫോട്ടോയാവെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, ഇന്ന് AI റഹീം അടക്കം അത് പറയുന്നുണ്ട്. ഇന്നലെ എൻ്റെ പ്രിയ സുഹൃത്ത് അഭിലാഷ് എടപ്പൾ അതിങ്ങനെ കാണിച്ചു തന്നു. ഇത് നോക്കടേ, നമ്മുടെ മുഖ്യമന്ത്രി ബിരിയാണി തിന്നു പൊന്നാനിയിൽ. മൂപ്പര് അപ്പം ഞങ്ങൾ പൊന്നാനിയിൽ ഉണ്ട്. ഞങ്ങളപ്പോൾ പൊന്നാനിയിൽ ഇന്നലെ അവിടെ ഒരു പാതാർ എന്നൊക്കെ പറയുന്ന തീരദേശ റോഡുണ്ട്, കർമ്മ റോഡ് എന്നൊക്കെ പറയും. അവിടെ ഞങ്ങൾ ഉണ്ട് ഇന്നലെ രാത്രി. ആ സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ടെന്നും അദ്ദേഹം അവിടെ ഏതൊരു മുസ്ലിംകാരൻ്റെ വീട്ടിൽ പോയിരുന്നിട്ട് ബിരിയാണി തിന്നെയാണ്, കോഴിക്കല് കടിച്ചു പിറക്കിയാണ്. ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയാളികളൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ അനങ്ങിയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും, വീട് തകർന്നു, എല്ലാം പോയി, ഞങ്ങളെ സമ്പാദ്യം പോയി, എന്തു ചെയ്യും, ഞങ്ങളെ തുണിക്കട നശിച്ചു, ഓണത്തിനൊക്കെ വിൽക്കാൻ വെച്ച തുണികളായിരുന്നു. നിങ്ങൾ സങ്കടപ്പെടുകയാണ്. ഇവിടെ നഷ്ടപ്പെട്ടവരെ ഓർത്തിട്ട് വിദേശത്തും മറ്റുമുള്ള മലയാളികളൊക്കെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്നറിയാതെ. കാരണം അവർ വിളിക്കാൻ നമ്പേഴ്സ് ഇല്ല, ഏകോപിപ്പിക്കാൻ ആരുമില്ല. നമ്മൾ ആദ്യ പ്രളയകാലത്ത് കുറേ എന്താ പറയുക, MLA-മാരുടെ, കുറെ നേതാക്കന്മാരുടെ, കുറെ കളക്ടർമാരുടെ പേരുകളൊക്കെ നമുക്ക് ഭയങ്കര വ്യക്തമായിരുന്നു. അത്രയ്ക്കും പ്രിയപ്പെട്ടവരായിരുന്നു അന്നത്തെ കളക്ടർമാരൊക്കെ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ ഒരു നല്ല ടീം ഇപ്പുറത്ത് മന്ത്രിമാരും MLA-മാരായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കായിരുന്നു കട്ടയ്ക്ക്. അങ്ങനത്തെ കട്ടയ്ക്ക് നിൽപ്പൊന്നും കാണാനില്ല. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു. ഒരാൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ പോലും, ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല. ഇതായിരുന്നില്ല ഒരു കാലഘട്ടം. ഇനി എന്തായാലും റഹീം എന്ന് പറയുന്നത് കേട്ടോക്കോ.
ദൃശ്യങ്ങൾ എനിക്കാദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാനങ്ങനെ നേരിട്ട് തന്നെ വിളിച്ച് പൊന്നാനിയിലൊക്കെ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തു. കാരണം ഇങ്ങനെ ഔചിത്യമില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറുമോ എന്നതിനെ ഓർത്ത് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. വിവിധ ജില്ലകൾ വെള്ളത്തിലാണ്ട് കിടക്കുകയാണ്. അവിടെയുള്ള മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. വിദേശത്തൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ രക്ഷകർത്താക്കളൊക്കെ ഈ വെള്ളത്തിൽ പെട്ടുപോയ ഈ പ്രദേശത്ത് ജീവിക്കുന്നവർ, അവരും ആശങ്കാകുലരാണ്. അങ്ങനെ ലോകമാകെയുള്ള മലയാളികൾ ആശങ്കയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത് വിരുന്നുണ്ണാൻ ഈ കാണിക്കുന്ന ഔചിത്യമില്ലായ്മ ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇത് ഈ എന്താ പറയുക, ഇത്തരം ഇതിനൊക്കെ പോവുക, ബിരിയാണി കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ അത് ഈ സന്ദർഭത്തിലായതാ പ്രശ്നം. ഒരു ബിരിയാണി ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അവിടെ കൂടിയിരിക്കുന്നവരത് തിന്ന് പോവുകയും പിന്നെ ഒരിക്കലും നമുക്ക് കാണാം എന്ന് പറയുന്നൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അദ്ദേഹം ബിരിയാണി കഴിക്കാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് PM ശ്രീയിൽ അടഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗിനെ തണുപ്പിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യതയാണ്, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ബാധ്യതയാണ്. അപ്പം അതുകൊണ്ട് ആ തണുപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത് എന്നതിനപ്പുറത്തും വേറൊന്നുമില്ല. അതുകൊണ്ട് ബിരിയാണി കഴിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ ഇത് പിണറായി വിജയനായിരുന്നുവെങ്കിൽ, ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, ഈ ഒരു ബിരിയാണി കഴിച്ചത്, ഈ പ്രളയം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ബിരിയാണി കഴിക്കാൻ പോയത് പിണറായി വിജയനായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുക? ഇവിടെ കോട്ടൊന്നുമില്ല, വണ്ടിയിൽ വല്ല കോട്ട് എടുത്ത് വെക്കേണ്ടായിരുന്നു. ഒരു കോട്ടിട്ട മനുഷ്യൻ ഉണ്ടാവുമല്ലോ, ആ മനുഷ്യൻ ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും? ഗംഭീര കഥാപ്രസംഗം നടത്തും. പ്രളയം നടക്കുകയാണ് മുഖ്യമന്ത്രി, താങ്കൾ അത് മനസ്സിലാക്കുന്നുണ്ടോ? ഇങ്ങനെ അത് ഭീകരമായിട്ട് ജനങ്ങൾ മുങ്ങിത്താഴുമ്പോൾ ഒരു കോഴിക്കാല് കടിച്ചു പറിക്കാൻ വേണ്ടി നാണമില്ലേ മുഖ്യമന്ത്രി എന്ന് 24-ലെ അത് ആ കോട്ടിട്ട മനുഷ്യൻ കഥാപ്രസംഗം നടത്തും. ഇനി തൊട്ടപ്പുറത്ത് സ്മൃതി പരുത്തിക്കാടുണ്ട്. സ്മൃതി പരുത്തിക്കാട് പിന്നെ അങ്ങോട്ട് ഇളകി ആടും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാവുന്നുള്ള ഒരു വ്യക്തത ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അത്രയ്ക്ക് ഭീകരമായ ചോദ്യങ്ങളായിരിക്കും. അരുൺകുമാറൊക്കെ എന്ത് ചെയ്യും? തേച്ചൊട്ടിക്കും. അദ്ദേഹം ഇങ്ങനെ വളരെ സ്റ്റഡി വടിയായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യും? തേച്ചൊട്ടിക്കും. ഇങ്ങനെ ഒന്നും എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ കാണില്ല. ദാറ്റ് ഈസ് കോൾഡ് പ്രിവിലേജ്. ദാറ്റ് ഈസ് കോൾഡ് പ്രിവിലേജ്. അതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കോൺഗ്രസ്സുകാർക്ക് കൊടുത്തിട്ടുള്ള പ്രിവിലേജ് എന്ന് പറയുന്നതാണ്. അതൊരിക്കലും കോരന്റെ മകൻ പിണറായി വിജയന് കിട്ടത്തില്ല. തെങ്ങേറ്റക്കാരൻ മകൻ, കോരൻ തന്നെയല്ലേ, സോറി അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. തെങ്ങേറ്റക്കാര തൊഴിലാളിയുടെ മകൻ പിണറായി വിജയന് കിട്ടത്തില്ല, കൊടുക്കത്തില്ല. അതാണ് പ്രിവിലേജ്. ഈ ജാതി പ്രിവിലേജ് എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര സംഭവമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ വെറുതെ പറയണ കേരളത്തിൽ ജാതിയില്ല തേങ്ങയില്ല എന്ന്. ഇതൊക്കെ തന്നെയാ. ഇങ്ങനെയൊക്കെ തന്നെ കാണാൻ സാധിക്കുക. എന്തൊക്കെ ജാതി ഇല്ലാന്നൊക്കെ ഗംഭീരമായിട്ട് പറയെങ്കിലും ജാതിക്കോളങ്ങളുള്ള വിവാഹ പരസ്യങ്ങൾ ഗംഭീരമായിട്ടുണ്ടായിരിക്കും അല്ലേ? ആ കേരളത്തിലെ നിങ്ങൾ ഇരുന്നിട്ട് ജാതി ഇല്ല തേങ്ങയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മളൊരു മഹാസംഭവം മലയാളികളാണ്. എന്തായാലും ഞാൻ ഈ മാധ്യമങ്ങളെ നമിച്ചു. പിണറായി വിജയനാണെങ്കിൽ ഇന്ന് ഒരുപക്ഷെ പിണറായി വിജയൻ അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ ചർച്ചകൾ നടന്നിരിക്കും. നാണമില്ലേ, മാനമില്ലേ, ഉളുപ്പില്ലേ എന്നീ വാക്കുകളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഘോര പ്രസംഗം നടത്തും. ഇപ്പൊ നോക്കൂ, കുറെ ജില്ലകൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തും അത്തരത്തിലുള്ള ഒരു ചർച്ച പോലും നടത്താൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറല്ല എന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ആളുകൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആർക്കാണ് കുഴലൂതുന്നത്? ഈ മാധ്യമപ്രവർത്തകർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുഴലൂതി നടക്കുന്നത് അല്ലേ? അപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് DYFI ഇറങ്ങിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിപ്പോയത്, ഇവർക്കൊരു പണിയില്ല, ചുമ്മാ കുടുംബത്തിരുന്ന പോരടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. കാരണം ഇങ്ങനെ എന്ത് പ്രളയം ഉണ്ടായാലും എന്തൊരു ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ പോയിട്ട് സഹായിക്കുക, എന്നാൽ അതിൻ്റെ വില നന്ദിയും മറ്റും അപ്പുറത്ത് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ? എവിടെ 32 സീറ്റിലേക്കാണ് പൊയ്ക്കോന്ന് പറഞ്ഞ് നിങ്ങളെ സഹായക്കാട് കിടന്നോട്ടെ, ഞങ്ങൾക്ക് നല്ല ചിരിയും കളിയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളി വിട്ടു. എങ്ങനെയുണ്ട്?
അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനെ, ഇക്കാണും ആരുടേതുമല്ലൻ മകനെ. പൊടിപുലികൾ പക്കി വരുന്നുകൾ കടലാൻ.